സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ന്യായാധിപന്മാർ 6-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ഗിദെയോനെക്കുറിച്ച് അവിടെ സംസാരിക്കുന്നുണ്ട്. ഗിദെയോൻ എന്ന് പറഞ്ഞൊരു വ്യക്തി സ്തോത്രം ഇസ്രായേൽ ജനത്തിൽ നിന്നല്ല ഒരു വ്യത്യസ്തനായിട്ടൊരു വ്യക്തിയായി മാറി. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹോവ നമുക്കുണ്ടെങ്കിൽ പിന്നെ ഈ വരുന്ന കഷ്ടതയും പ്രശ്നങ്ങളൊക്കെ എന്താണോ? ഞങ്ങളുടെ അപ്പന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവം നമ്മോട് കൂടെ ഇരുന്നപ്പോഴാണ് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് സ്തോത്രം ഞങ്ങളെ വിടിവിച്ച് കൊണ്ടുവന്നതും ഞങ്ങളെ കൂടെ നടന്നതും മന്ന തന്നതും അത്ഭുതം നടത്തിയതും ഒക്കെ അപ്പന്മാർ ഞങ്ങളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം എന്ത്? പക്ഷേ ദൈവവചനം പറയുന്നു, ആ ഒരൊറ്റ മനസ്സ് കാരണം ദൈവം അവനോട് സംസാരിക്കാനിടയായി. അവൻ്റെ കർത്താവ് പറയുന്നു, ഈ ബലത്തോടെ നീ പോ. അപ്പോൾ ഞാൻ ഈ വചനം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് പറഞ്ഞൊരു വാക്ക്, നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ പ്രശ്നത്തിൽ, നിൻ്റെ സ്വഭാവത്തിൽ നിനക്കൊരു മാറ്റം വന്നാലേ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കൂ. അപ്പം നമുക്കും കേൾക്കാം, അപ്പം ഇത്ര നാളും പരിശുദ്ധാത്മാവല്ലേ സംസാരിച്ചത്? ആണ്. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ നിയോഗത്തിനാണ്. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ ഒരു മെസ്സഞ്ചറായിട്ടാണ്. സ്തോത്രം. അപ്പോൾ ഞാൻ അവങ്കിൽ നിന്നും പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാലെന്നാണ് ആര് പറഞ്ഞേ? പൗലോസ് പറയുന്നത്. അപ്പോൾ അവങ്കിൽ നിന്ന് നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ഹൃദയം വരണം. കാരണം നമ്മുടെ ഹൃദയത്തിലെല്ലാം 24 hours ചിന്തകളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും സ്തോത്രം ദിനംതോറും അതിങ്ങനെ റൊട്ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയാൽ പറയുന്നു, അതിനാദ്യം പൊളിക്കണം. ഹല്ലേലൂയ. അതിനാദ്യം എന്ത് ചെയ്യണം? പൊളിച്ചു മാറ്റണം. ഗിദെയോൻ അതാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇസ്രായേലിൽ ഇത്രയും ജനം അവിടെയുണ്ട്, അവരാരും കർത്താവിൻ്റെ വാക്ക് കേൾക്കും കേൾക്കാണ്ടിരിക്കും. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ആ ദേശത്തുള്ള ഒരു അശോര പ്രതിഷ്ഠകളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നമസ്കരിക്കരുത്. എവിടെ കേൾക്കാൻ? അത് മൊത്തം വായിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ വചനം. കാരണം ഇന്ന് നമ്മൾ ആരും വചനം ഗ്രഹിച്ച് വായിക്കുന്നില്ല. വചന വെളിപ്പാടിനാൽ മാത്രമേ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റൂ. സ്തോത്രം. പ്രസംഗം കേട്ടത് കൊണ്ട് നീ മാനസാന്തരപ്പെടുമോ? എനിക്ക് തോന്നണില്ല. തമാശ പറയല്ല കേട്ടോ, ഒന്നും തെറ്റിദ്ധരിച്ചില്ലായിരുന്നേ. കാരണം ഇപ്പം നമ്മൾ സഭകളിൽ പോകുമ്പോൾ സ്തോത്രം ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന പദങ്ങളെല്ലാം അനുഗ്രഹങ്ങളാണ്. മഞ്ഞ ഗേറ്റ് ഞാൻ കാണുന്ന ഒരു മഞ്ഞുതുള്ളി പെയ്യുന്ന ഒരു രാജ്യത്ത് നിങ്ങളുടെ മകൾ നിൽക്കുന്ന, നിങ്ങളുടെ മകളുടെ വിവാഹം നടക്കാതെ പോയിരിക്കുന്നത് അയൽവക്കക്കാരുടെ ഒരു കെട്ടുണ്ട് നിങ്ങൾക്കുണ്ട്. എൻ്റെ ചോദ്യം, ഇത് തെറ്റൊന്നുമല്ല, ഞാൻ സ്തോത്രം അവർ പറയുന്നത്, എൻ്റെ ചോദ്യം ഇതാണ്, നീ ക്രിസ്തുവിലാണെങ്കിൽ നിനക്ക് ഒരു ആഭിചാരവും ഭരിക്കത്തില്ല. അത് നീ പഠിക്കണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ താഴോട്ട് പഠിക്കണം. അതിൽ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ മാംസം തിന്നുന്നവനും എൻ്റെ രക്തം കുടിക്കുന്നവനും ഞാൻ അവനു കൂടെ, അവൻ എന്നിൽ കൂടെയും. അത് വായിക്കണം. സ്തോത്രം. അതിൻ്റെ പേര് കർത്തൃമേശ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തിനാണ് കർത്തൃമേശ? ഇതെന്തിനാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്? കാരണം അനേക പാസ്റ്റേഴ്സുകളുണ്ട്, അനേക വ്യക്തികളുണ്ട്, അവരെല്ലാം ദൈവനാമത്തിന് വേണ്ടി നല്ല ഉപയോഗിക്കപ്പെട്ടുകൊണ്ട് നിന്ന വ്യക്തികളാണ്. ഇപ്പോൾ അവരെല്ലാം അനുഗ്രഹം 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 അനുഗ്രഹം. മരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു പിടി മണ്ണ് നീ കൊണ്ടുപോകില്ല. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഗിദെയോനോട് ദൈവം സംസാരിച്ചു. ഇത്രയും ലക്ഷം ജനമുണ്ട്, അവരുടെ ആരുടെടുത്തും സംസാരിക്കാതെ എന്തിനാണ് ഗിദെയോനോട് ദൈവം സംസാരിച്ചത്? ഗിദെയോൻ അതിലൊന്നും മൈൻഡ് കൊടുക്കാതെ താൻ ചക്കിനരികിലിരുന്ന് അത് ചെയ്തുകൊണ്ടിരുന്നു. കണ്ട, ആ മിദ്യാനി വരും, അവർ വരും, ഇവർ വരും, നമ്മളുടെ എല്ലാം പോകും, ഇതൊന്നും അങ്ങ് നോക്കിയില്ല. അവനത് ചെയ്തുകൊണ്ടിരുന്നു. അവിടെയാണ് പരാക്രമശാലി എന്നൊരു പേര് കേട്ടത്. അയ്യോ ഞാനാ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അയ്യോ എന്നെ കൊണ്ടാ, ഇങ്ങനെയൊക്കെയാണ് ഗിദെയോൻ സംസാരിക്കുന്നത്. പക്ഷെ ദൈവം പറയുന്നു, നീ അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് സ്തോത്രം ഞാൻ നിന്നെ തന്നെ ഉപയോഗിക്കും. രാത്രി അവന് ദർശനത്തിൽ കർത്താവ് സംസാരിക്കുന്നു, നിൻ്റെ അപ്പൻ്റെ വീട്ടിലെ ആ ബലിപീഠത്തെ ഇടിച്ചു കളാം, എന്നിട്ട് നിൻ്റെ അപ്പൻ്റെ സ്തോത്രം തൊഴുത്തിലുള്ള കാളയെ എടുത്തുകൊണ്ടൊന്ന് കണ്ടം കണ്ടമായി കണ്ടിച്ച് കണ്ട. പക്ഷേ ഗിദെയോനോടുത്ത് സംസാരിക്കുമ്പോൾ ഗിദെയോൻ അത് രാത്രിയാണ് ചെയ്യണത്, പകലാണ് ദൈവം ചെയ്യാൻ ആഗ്രഹിപ്പിച്ചത്. കാരണം നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നമ്മളെ മേലിരിക്കുമ്പോൾ ജനത്തിൻ്റെ വാക്ക് കേട്ട് നമ്മൾ ഭയപ്പെടും. ഗിദെയോനും അതുപോലെയുണ്ട്. ബന്ധുക്കളുടെയും ജനത്തിൻ്റെയും ശബ്ദം കേട്ട് ഭയന്നുപോയി. ഭയം എല്ലാവർക്കും ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവശക്തി നിൻ്റെ മേൽ വരുമ്പോൾ ആ ഭയം താനേ മാറും. സ്തോത്രം. പക്ഷേ ഇവിടെ ഗിദെയോൻ രാത്രി ചെയ്തു, ബലിപീഠങ്ങളൊക്കെ ഇടിച്ച് കളഞ്ഞ് കാളയെ കൊണ്ടറുത്തു, അവിടെ യഹോവയ്ക്കൊരു യാഗം പണിതു. കണ്ട. ഇനി പകലായപ്പോൾ ഇത് ആര് ചെയ്തു എന്ന് അവരന്വേഷിക്കാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം
നീ മുട്ടിമേലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നീ അഭിഷേകത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നീ താമസിക്കുന്ന ഇടത്തിലുള്ള മന്ത്രവാദികൾക്ക് ഇരിക്കപ്പുറത്ത് വരില്ല, അവർ ഓടുകയാണ്. പക്ഷെ അവർ ഓടിയത് കൊണ്ട് നീ അവർ മാറിപ്പോയെന്ന് ചിന്തിക്കരുത്. അവരന്വേഷിക്കും. ഉറപ്പായിട്ടും പറയാം, അവർ നിന്നെ അന്വേഷിക്കും. ഇത് ആർ ചെയ്തു? അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സ്തോത്രം 2 രാജാക്കന്മാരൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ, ഏലീഷായെ തിരക്കി ഫിലിസ്തീനൻ്റെ പട വരുന്നുണ്ട്. കണ്ട, അമാലേക്കരുടെ പട വരുന്നുണ്ട്. ഇങ്ങനെ പോകുന്നുണ്ട്. അവനെ രാത്രിയിൽ വളഞ്ഞു എന്നാണ് പറയണത്. അവനെ അന്വേഷിച്ചു എന്നാണ് പറയണത്. കാരണം ഇസ്രായേൽ എന്ത് യുദ്ധം യുദ്ധത്തിന് മറ്റേ ടീംസ് പ്ലാൻ ചെയ്താലും ഇങ്ങനെ അറിയും. എന്തുകൊണ്ട്? ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകം. ഇതിൽ കൂടെ കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാ പറയുന്നു, നിൻ്റെ അഭിഷേകം, ദൈവം നിനക്ക് തന്ന അഭിഷേകം നിന്നിൽ നിന്ന് മാറിയിട്ടില്ല. പക്ഷെ നിൻ്റെ ചിന്ത പറയുന്നു അത് നിന്നിൽ നിന്ന് പോയി, നിൻ്റെ പ്രാർത്ഥന ഇനി വേണ്ട, ഇതാണൊക്കെ പറയും. നീ അതിനെ ചവിട്ടി ദൂരെ കളഞ്ഞിട്ട് കർത്താവിന് വേണ്ടി നിൽക്കേ. എവിടെയോ ഒരു കുഴപ്പമുണ്ട്. ഗിദെയോൻ പറഞ്ഞതുപോലെ, കർത്താവേ ഇതൊക്കെ ശരിയാണ്, നീ ആണെങ്കിൽ ഈ തൊലിപ്പുറത്ത് മഞ്ഞ് വീഴണം, ബാക്കി ഒരിടത്ത് മഞ്ഞ് വീഴരുത്. അതുപോലെ സംഭവിച്ചു. അടുത്ത വീണ്ടും പറയണം, ബാക്കി സ്ഥലത്തെല്ലാം ഉണങ്ങി നിലം കാണണം, ഈ തൊലിപ്പുറത്ത് മാത്രം എന്ത് ചെയ്യണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഗിദെയോൻ സംസാരിക്കുമ്പോൾ ദൈവം അതെല്ലാം അതേപോലെ ചെയ്തു കൊടുത്തു. നിൻ്റെ പഴയ പ്രാർത്ഥന, നിൻ്റെ ആരാധന, ഈ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. നീ ദേശത്തിന് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട വ്യക്തിയാണ്. പാസ്റ്റർ പ്ലീസ്, അനുഗ്രഹം നല്ലതാണ് പാസ്റ്റർ, അനുഗ്രഹം പ്രസംഗിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, മാനസാന്തരം. സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുക, മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കുക. ഇനി ഇതിൽ കൂടി കേൾക്കുന്ന ആർക്കും പെട്ടെന്ന് എൻ്റെ പ്രസംഗങ്ങളൊന്നും ഇഷ്ടപ്പെടത്തില്ല. കാരണം അവർ പറയുന്ന ഇതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതെന്തോ പ്രസംഗം, നമ്മൾ കേട്ട് ശീലിച്ചു. അനുഗ്രഹം നമ്മുടെ തെറ്റുകളെക്കുറിച്ച് പറഞ്ഞു തരുമ്പോൾ അത് നമുക്കൊരു വിമർശനം പോലെയാണ്. സ്തോത്രം, ഇത് വിമർശനമല്ല, ആത്മാർത്ഥമായി പറയണം. നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഞരങ്ങിയ ദൈവം നിനക്ക് തന്ന കൃപാവരത്തെ നീ ജ്വലിപ്പിക്കാതെ ഇരിക്കും കാലം വരെയും. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. കോപം, വെറി, വൈരാഗ്യം ഒക്കെ മാറ്റും. ഗിദെയോൻ ചെയ്തതുപോലെ ദൈവത്തിന് വേണ്ടി നീ നിൽക്കുക. നല്ല ഹൃദയത്തിൻ്റെ ഉടമയായി മാറുക. സാത്താൻ യേശുവിൻ്റെ നാമം പറഞ്ഞാൽ പോകും, പക്ഷേ എൻ്റെ സ്വഭാവം പോകത്തില്ല. കാരണം യൂദയോട് എത്ര പ്രസംഗിച്ചിട്ട് എന്തെല്ലാം വചനം കേട്ടിട്ടും യൂദ മാറിയിട്ടില്ല. നിങ്ങൾ ചിന്തിക്കുക, യേശുവിൻ്റെ കൂടെ നടന്ന യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ തന്നെ സംഭവമുണ്ട്. നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തു, അതിൽ ഒരുത്തൻ പിശാചിൻ്റെ ഇതായി മാറുന്നെന്ന്. കണ്ട, എത്ര വചനം അങ്ങേര് കേട്ട്, എത്ര പ്രസംഗം കേട്ട് യേശുവിൻ്റെ കൂടെ നടക്കുന്ന മനുഷ്യൻ മാറിയില്ല. അതേപോലെ നമ്മൾ എത്ര അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ ഇടയിൽ ഒരു കളയുണ്ട്. ആ കളയെ നമ്മൾ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. 2 വെള്ളത്തിൽ ചവിട്ടി നമ്മൾ പ്രസംഗിക്കരുത്. കർത്താവ് പരിശുദ്ധാത്മാവ് തരുന്നത് പ്രസംഗിക്കുക. ഹല്ലേലൂയ. ഗിദെയോനെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ദൈവമാണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്ത് ആണെന്ന് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു, ഭയന്നുപോയി. സ്തോത്രം. പക്ഷേ ഒന്ന് ഞാൻ പറയാം, നീ ആത്മാർത്ഥതയോട് കൂടി പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. ദൈവം നിൻ്റെ കൂടെ കാണും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ വായിക്കണം, ധ്യാനിക്കണം. പറ്റുമെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് അയക്കണം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.